മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ബന്ധു നിയമനവും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ നിയമിച്ചു. DCC ജനറൽ സെക്രട്ടറി കൂടിയാണ് ബെന്നി തോമസ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, വി ഡി സതീശൻ സർക്കാരിനെ വെട്ടിലാക്കുകയാണ് ബന്ധു നിയമനം. എന്തായാലും തുടക്കമാണ്, ഇപ്പോഴേ പാളുന്ന ഒരു സ്ഥിതിയാണ്. രഖി, നമുക്കറിയാം മുൻ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ബന്ധു നിയമനമടക്കം നടത്തിയ സമയത്ത് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയ സംഘടനയാണ് കോൺഗ്രസ്. അതേ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ബന്ധു നിയമനം എന്ന കുരുക്കിൽ നിന്ന് അവരും മുക്തമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫുകളിൽ, പേഴ്സണൽ സ്റ്റാഫിലാണ് ബന്ധു നിയമനം ഉണ്ടായിരിക്കുന്നത്. സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സണ്ണി ജോസഫ് നിയമിച്ചിരിക്കുന്നത്. 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരാണുള്ളത്. ഒന്ന് സുദീപ് ജെയിംസും അതുപോലെ തന്നെ ബെന്നി തോമസും. ബെന്നി തോമസ് സണ്ണി ജോസഫിൻ്റെ ഇളയ സഹോദരിയുടെ ഭർത്താവാണ്. DCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഈ ബന്ധു നിയമനം നമുക്കറിയാം, സ്വാഭാവികമായും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനങ്ങൾ ഭൂരിഭാഗവും രാഷ്ട്രീയ നിയമനങ്ങൾ തന്നെയാണ്. പക്ഷേ ആ രാഷ്ട്രീയ നിയമനങ്ങളിൽ പോലും ബന്ധു നിയമനം കൊണ്ടുവന്നു എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കാരണം കഴിവുള്ള ഒരുപാട് പേർ മറ്റ് ആളുകൾ നേതൃനിരയിലുണ്ട്. പക്ഷെ അവരെ ഒന്നും പരിഗണിക്കാതെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ എന്തിനാണ് ഇത്തരത്തിൽ ഈ ഒരു പേഴ്സണൽ സ്റ്റാഫിലേക്ക് അല്ലെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചത് എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. എന്നാൽ DCCയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതിരോധം സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഉയരാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അദ്ദേഹവും പാർട്ടി പ്രവർത്തകൻ തന്നെയാണ്. അതുകൊണ്ടാണ് നിയമനം നൽകിയെന്നൊരു പ്രതിരോധം. സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ചേരുകയാണ്. രഞ്ജിത്ത്, ഈ ബന്ധു നിയമനം എന്ന് പറയുന്നത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ഥിരം പല്ലവിയായിരുന്നു. കാരണം നമ്മൾ അത് ചർച്ച ചെയ്യുന്നു. കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിരോധമൊക്കെ തീർത്തിരുന്നു, വലിയ രീതിയിലുള്ള ആരോപണ ശരങ്ങളൊക്കെ അന്ന് ഉയർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ VD സതീശൻ സർക്കാർ എത്തിയപ്പോൾ അവർക്കും ബന്ധു നിയമനം വിട്ടൊരു കളിയില്ല. എന്തായാലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും ബന്ധു നിയമനം തന്നെയാണ്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചാൽ അളിയനാണ്, സഹോദരി ഭർത്താവ് ബെന്നി തോമസ്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ഈ 2 മുന്നണികളും ഒരു തൂവൽ പക്ഷികളാണ് എന്ന് ആദ്യമേ BJP പറയാറുണ്ട്. കാരണം 2 മുന്നണികളും ബന്ധു നിയമനം നടത്തിക്കൊണ്ടിരുന്ന മുന്നണികളാണ്. കഴിഞ്ഞ LDFന്റെ സർക്കാരിന്റെ കാലത്ത് വളരെ വ്യാപകമായി ബന്ധു നിയമനം നടന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയതാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇന്നത്തെ UDFന്റെ കക്ഷികൾ. പക്ഷെ ഇന്ന് പരസ്യമായി സ്വന്തം അളിയനെ തന്നെ, സഹോദരിയുടെ ഭർത്താവിനെ തന്നെ നിയമിച്ചുകൊണ്ടാണ് ഇപ്പൊ സണ്ണി ജോസഫ് ചെയ്തിരിക്കുന്നത്. ബെന്നി തോമസ് അവിടെയുള്ള DCC സെക്രട്ടറിയാണ്. ഇതൊരു പൊളിറ്റിക്കൽ നിയമനമാണ്. സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിഷയമാവില്ല. പക്ഷെ ഇതൊരു പൊളിറ്റിക്കൽ നിയമനമാണ്. ആ പൊളിറ്റിക്കൽ നിയമനം സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ തന്നെ നിശ്ചയിക്കുക, അതും മറ്റ് മന്ത്രിമാർക്ക് മാതൃകയാവേണ്ട ഒരു മന്ത്രി. കാരണം അദ്ദേഹം KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് മറ്റ് മന്ത്രിമാർക്ക് ഒരു മാതൃകയാവേണ്ടതാണ്. KPCC പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ ബന്ധു നിയമനം നടത്തിക്കഴിഞ്ഞാൽ മറ്റു മന്ത്രിമാർ യഥേഷ്ടം ബന്ധു നിയമനം നടത്താൻ പോവുകയാണ് പല ആളുകളും. ഇത് UDFന്റെയും LDFും ഒരേ തൂവൽ പക്ഷികളാണ്. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ്. പറയുന്നത് ഒന്നാണ്, പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതൊന്നുകൂടി അവർ തെളിയിച്ചിരിക്കുകയാണ്. ഇതാണ് എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. കാരണം ബന്ധു നിയമനത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന കോൺഗ്രസ് ഇതിന് മറുപടി പറയണം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരും മറുപടി പറയണം. എന്തുകൊണ്ടാണ്? കാരണം ഒരുപാട് കഴിവുള്ള ആളുകൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് കഴിവുള്ള ആളുകൾക്ക് ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ബന്ധു നിയമനം നടത്തിയ സർക്കാർ ജീവനക്കാരനെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതല്ല, ഇത് രാഷ്ട്രീയ നിയമനമാണ്, പൊളിറ്റിക്കൽ നിയമനമാണ്. ആ പൊളിറ്റിക്കൽ നിയമനം സ്വന്തം സഹോദരിയുടെ ഭർത്താവിൽ തന്നെ താക്കോൽ സ്ഥാനത്ത് നിയമിക്കുക വഴി ഇത് വലിയൊരു അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായി എന്ന് വേണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. വളരെ വ്യക്തമാണ് കെ രഞ്ജിത്ത്. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. മിഥുൻ പിള്ളയിലേക്ക്. മിഥുൻ, അതായത് ഈ ഒരു ബന്ധുവിനെ കൂടി തിരികെ കയറ്റി, അതായത് തന്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവാണ്, തന്റെ അളിയനെ കൂടി തിരികെ കയറ്റി കഴിഞ്ഞാൽ മറ്റെന്ത് അഴിമതിക്കും ഇനി ആരും ചോദിക്കാനും പറയാനുമില്ല. എല്ലാത്തിനും സഹായിയും ഒപ്പം അളിയനും ഉണ്ടാകും എന്നുള്ള ചിന്തയാണോ എന്ന് സംശയിച്ചാൽ പോലും തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് BJP സംശയിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയണം, ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് KPCCയുടെ അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് മന്ത്രിമാർക്ക് കൂടി വഴികാട്ടിയാകേണ്ട വ്യക്തിയാണ് ഈ സണ്ണി ജോസഫ്. ആ സണ്ണി ജോസഫാണ് തന്റെ സഹോദരി ഭർത്താവിനെ തിരുകി കയറ്റി
ബന്ധു നിയമനത്തിന് കോപ്പുകൂട്ടിയത്. തീർച്ചയായും രാഗി, ഇപ്പം ഈ ബെന്നി തോമസ് എന്ന് പറയുന്ന വ്യക്തി സർക്കാർ സർവീസിലുള്ള ആളാണ്. അത് ഈ സണ്ണി ജോസഫിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഇത്തരത്തിൽ സർക്കാർ സർവീസിലുള്ള ആളാണ്. അപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വരികയാണെങ്കിൽ അതിന് സാങ്കേതിക തടസ്സമില്ല. കാരണം അതൊരു ബന്ധു നിയമനം എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായി ഡെപ്യൂട്ടേഷനിൽ പോകുന്നതാണെന്നെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതൊരു തീർത്തും പൊളിറ്റിക്കൽ നിയമനമാണ്, രാഷ്ട്രീയ നിയമനമാണ്. ആ രാഷ്ട്രീയ നിയമനത്തിലാണ് ഇത്തരത്തിൽ സഹോദരിയുടെ ഭർത്താവിനെ തിരികെ കയറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ബെന്നി തോമസ് എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അവിടെ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന ഒരു സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. മാത്രമല്ല സണ്ണി ജോസഫുമായി വളരെ അടുത്ത, അല്ലെങ്കിൽ അദ്ദേഹം സണ്ണി ജോസഫിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ തന്നെയാണ് കൃത്യമായി ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഈ യോഗ്യരായ നിരവധി ആളുകളുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയിൽ നിരവധി യോഗ്യരായ ആളുകളുണ്ട്. അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ഇത്തരത്തിൽ ഒരു സ്വന്തം ബന്ധുവിനെ തന്നെ, അല്ലെങ്കിൽ അളിയനെ തന്നെ ഇത്തരത്തിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി നിയമിച്ചുകൊണ്ടൊരു വിവാദം ഉണ്ടാക്കിയെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വരാനുള്ള സാധ്യത ഏറെയാണ് രാഖി. ശരി മിഥുൻ, വളരെ വ്യക്തമാണ്. സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനം, ഈ പേഴ്സണൽ സെക്രട്ടറിയായൊക്കെ ബന്ധുവിനെ നിയമിക്കുമ്പോഴാണ് വി.ഡി. സതീശൻ സർക്കാർ വീണ്ടും പ്രതിരോധത്തിൽ ആകുന്നത്. തുടക്കമാണ് ഇപ്പോഴേ ബന്ധു നിയമനം എന്ന് പറയുമ്പോൾ വരും നാളുകൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും.